ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്യാപ്പിന് ശേഷം കേട്ടോ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു. എങ്ങനെയായിരിക്കും ഫോട്ടോസൊക്കെ റിവ്യൂ കിട്ടുക, അങ്ങനെയൊക്കെ കുറച്ച് എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഉച്ചയായപ്പോഴാണ് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഇറാനി കയറി നല്ല ലൊക്കേഷനാണ് കേട്ടോ. നമ്മൾ സീനൊക്കെ കണ്ടിരിക്കാം, വണ്ടിയൊക്കെ പോകുന്നത് കണ്ടിരിക്കാം. നൈറ്റ് ആയിരിക്കും ഇവിടെ കൂടുതൽ സീൻ കിട്ടാറ്. അപ്പോൾ നമ്മൾ കയറി ഫുഡ് കഴിച്ചു. ചേട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനും മോനും കൂടെ മന്തി ഓർഡർ ചെയ്തു. മന്തി ഓർഡർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണം ഓർഡർ ചെയ്താൽ വീണ്ടും വീണ്ടും ചോറ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനും മോനും കൂടി ഷെയർ ചെയ്തത് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് കുറച്ച് ദൂരമുണ്ട്, കുറച്ച് 3/4 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ഫോട്ടോസും മേക്ക് ഓവറൊക്കെ ചെയ്തു തന്നത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഏഞ്ചൽ സ്റ്റുഡിയോ ആൻഡ് മേക്ക് ഓവർസ് ആണ് ചെയ്തു തന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഈസി ആയിരുന്നു. കാരണം നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഫ്രണ്ട്സ് ആകുമ്പം അതിൻ്റെ ആവശ്യമേ ഇല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഓണം ഏതുവരെ എത്തി? എൻ്റെ ഓണത്തിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞാൽ പോരല്ലോ. നിങ്ങളുടെ ഓണമൊക്കെ ഏതുവരെ എത്തി? ഓണക്കോടിയൊക്കെ എടുത്തു, സദ്യക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഒരു ദിവസമല്ലേ നമ്മുടെ ഓണത്തിനുള്ളൂ അല്ലേ? നമ്മൾ അടിച്ച് പൊളിക്കേണ്ട ഓരോ സെക്കൻഡും നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോ എടുത്തൊരു പോസ്റ്റ് ചെയ്താലും ഞാനത് സന്തോഷമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഓരോ സെക്കൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നോക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ ഗോപിയെ കണ്ട ഉടനെ എൻ്റെ മോനെക്കുറിച്ചൊരു പരാതിയാണ് പറയുന്നത്. പരാതി വേറൊന്നുമല്ല, ഇറങ്ങാൻ നേരത്ത് പൂ എടുക്കാൻ മറക്കുമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ എഴുതിയിട്ട് എൻ്റെ വണ്ടിയിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് വണ്ടി എടുക്കുമ്പോൾ അറിയാമല്ലോ, മറന്നു പോകില്ലല്ലോ. അങ്ങനെ എഴുതി വെച്ച തുണി എൻ്റെ മോനെടുത്ത് കീറിക്കളഞ്ഞു. അങ്ങനെ ഞാൻ പൂവെടുക്കാൻ മറന്നും പോയി. അങ്ങനെ പോകുന്ന വഴിക്കാണ് പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാൻ ഗോപിയെ കണ്ടിട്ട് ഒരു അവളെ കണ്ട ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പരാതി പറയാനായിരുന്നു എനിക്ക് വെപ്രാളം. അങ്ങനെ ചെന്ന പാടെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്തു, ഹെയറിലോട്ട് തുടങ്ങി കേട്ടോ. ഒട്ടും സമയമില്ലായിരുന്നു. കാരണം അന്ന് ചെറിയൊരു മഴയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുത്ത് ചേട്ടൻ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളും വലുതായിട്ടില്ലായിരുന്നു. ഹെയർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പക്ഷേ ഇതിലൊന്നും കഥയിൽ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ലൊക്കേഷനിൽ എത്തിയത്. വെള്ളേണിയിലാണ് കേട്ടോ ലൊക്കേഷൻ വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കഥ മാറിയത്. ഈ ഫോറസ്റ്റ് മുഴുവനും കാടെന്ന് പറയുന്ന ഒരവസ്ഥ. അവിടെ മൊത്തം ആൾക്കാരാട്ടോ. എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ. നമുക്കൊരു പ്രോപ്പർ സ്ഥലം നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി കിട്ടിയില്ല. അപ്പോൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി മഴ വന്നു കേട്ടോ. മഴ വന്നപ്പോൾ എല്ലാവരും ഓടി. ഈ ഫോട്ടോ എടുക്കാൻ നിന്ന് എല്ലാവരും ഓടി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പതുക്കെ നിന്ന് കേട്ടോ. വിഷമത്തിൽ നിന്നാണ്. കാരണം കാത്തൊരു ഫോട്ടോഷൂട്ടിന് പോയതാണ്. അപ്പോൾ അതിങ്ങനെ ആയല്ലോ. പക്ഷെ സത്യം പറയാമല്ലോ, ദൈവം നമ്മുടെ കൂടത്തുള്ളത് കൊണ്ട്, നമ്മളെ കൂടത്ത് മാത്രമല്ല കേട്ടോ, അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ നിന്ന് എല്ലാവരുടെ കൂടത്തുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ മഴ ഒരു കാറ്റ് വന്നിട്ട് മഴ പെട്ടെന്ന് പോയി നല്ലൊരു വെയിൽ വന്നു. അപ്പോഴത്തേക്കും നമുക്ക് നല്ല സ്ഥലം കിട്ടി കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ അത്യാവശ്യം സ്ഥലം കിട്ടി. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പാടമായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നേരെ ചെളിയിലോട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഫുൾ ചെളിയായിരുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ട്രിവാൻഡ്രത്തെ പരാഗി എന്നാണ് കേട്ടോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് എൻ്റെ അമ്മയാണ് കേട്ടോ. പാവാട സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡ്രസ്സ്. എൻ്റെ കോസ്റ്റ്യൂം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ 3 പേരുടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടി വന്നു. നമ്മൾ വെള്ളേണിയിലാട്ടോ ലൊക്കേഷനായിട്ട് എടുത്ത്. അങ്ങനെ പാക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.